ഈ ശ്രീജിത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്, ഈ സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്ത് സ്വീകാര്യത. സരിൻ വീണ്ടും മാധ്യമങ്ങളെ കൽപ്പാത്തിയിൽ സരിൻ മാധ്യമങ്ങളെ കാണുകയാണ് വീണ്ടും. മിനിറ്റുകൊണ്ട് എന്തായാലും പുതിയ പ്രതീക്ഷകളില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് നേരത്തെ 10 മിനിറ്റ് മുമ്പ് മണപ്പുള്ളിക്കാവിൽ വന്ന അവരല്ലാത്തവരും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യത്തെ 6 റൗണ്ടുകളിലും BJP തന്നെ ലീഡ് ചെയ്യുമെന്നുള്ളതൊരു വസ്തുതയാണ്. മുനിസിപ്പാലിറ്റിയിലെ ട്രെൻഡ് അങ്ങനെയാണ് എല്ലാ കാലങ്ങളിലും. ഇത്തവണയും ആ ലീഡ് നില പകുതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും 30,000-ന് മുകളിൽ ഒരിക്കലും മുനിസിപ്പാലിറ്റിയിലെ 104 ബൂത്തുകൾ എണ്ണിത്തീരുമ്പോഴും BJP പോകില്ല എന്നും അതൊരു 28,000-ലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധ്യമുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത ഈ ഇലക്ഷന്റെ കൌണ്ടിംഗ് 14 റൗണ്ടായിരിക്കും. ഒരു റൗണ്ടിൽ പോലും UDF ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും പാലക്കാട്. അത് വേറൊന്നും കൊണ്ടല്ല, UDFന് വോട്ട് ഇല്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. പകരം അതിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ആദ്യത്തെ 104 ബൂത്തുകൾ 7 റൗണ്ടുകളിലായിട്ട് എണ്ണുമ്പോൾ പിരായിലെ കുറച്ച് ബൂത്തുകളും കൂടി 8ാമത്തെ റൗണ്ടിലേക്ക് വരും. 9ഉം 10ഉം എക്സ്ക്ലൂസീവായിട്ട് പിരായിരി റൗണ്ടുകളാണ്. സാധാരണഗതിയിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന തുച്ഛമായ ലീഡിലേക്ക് UDF എത്താറുണ്ട്. പക്ഷേ 9ലും 10ലും നിരാശ മാത്രമായിരിക്കും UDFന് ഫലം. 10ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം 30-നൊപ്പം എത്തുന്ന LDF 11, 12, 13 ഏറ്റവും അവസാനത്തെ 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കണം LDFന്റെ വിജയാഹ്ലാദം ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കണക്കുകൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം. ആ മാത്തൂരും കണ്ണാടിയും എണ്ണുമ്പോൾ 43 ബൂത്തുകളാണ്, 22ഉം 21ഉം. കണ്ണാടിയിൽ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് അതും 22 ആകും. അങ്ങനെ 44 ബൂത്തുകളിലെയും കൃത്യമായ ആവറേജ് ലീഡ് UDFനേക്കാൾ 4,400ഉം BJPയേക്കാൾ 6,600 എങ്കിലും എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കണക്കുകൂട്ടൽ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവസാനത്തെ റൗണ്ട് 2 ബൂത്തുകൾ മാത്രമാണ് 179, 180 അത് നടക്കും. മൊത്തം 184 മെഷീനാണ് എന്നാണുള്ളത്. 4 ബൂത്തുകളിൽ ഓക്സിലറി ബൂത്ത് ഉണ്ടായിരുന്നു. അതിൽ 2 മുനിസിപ്പാലിറ്റിയിൽ, 1 പിരായിയിൽ, 1 നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടിയിൽ. 184 മെഷീനുകളാണ് 1 മുതൽ 14 എന്നുള്ള ആ ഓർഡറിൽ എണ്ണുക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെ ഓക്സിലറി ബൂത്ത് വരുന്നുണ്ടോ അവിടെ 14ന്റെ ഗുണിതങ്ങൾ എന്നുള്ള കൌണ്ട് തെറ്റും. ഉദാഹരണത്തിന് 83 കഴിഞ്ഞ് 83A ഉണ്ട്. അങ്ങനെയാണ് 6ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 84ാമത്തെ ബൂത്ത് കൂടി ചേരുമ്പോഴാണല്ലോ 14 × 6 84 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 83Aയിൽ അത് കംപ്ലീറ്റ് ആവും. 84 തുടങ്ങും. അവിടെ മുതൽ ഈ നമ്പറുകൾ നിങ്ങൾ 14ന്റെ ഗുണിതങ്ങളായി എണ്ണിയാൽ മാറ്റം വരും എന്നുള്ളതും അനുമാനിക്കണം. റിപ്പോർട്ടിംഗിന്റെ സമയത്ത് കൃത്യമായി, ആവേശം വേണ്ട, പതിഞ്ഞ താളത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. പ്രേക്ഷകര് കൃത്യമായ കണക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇനി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള റിപ്പോർട്ടിങ്ങിന് പകരം കിട്ടുന്ന ഡാറ്റ, ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും, നിങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവും. വലിയ സമയമൊന്നും എടുക്കില്ല, 3 മണിക്കൂർ കൊണ്ട് തീരേണ്ടതുമാണ് കൌണ്ടിംഗ്. 11 എറിയാൽ 11:30. ആദ്യത്തെ 1 മണിക്കൂർ പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല. ആകെ 1000-ൽ താഴെ തപാൽ വോട്ടും അതുപോലെ 85+ഉം ഭിന്നശേഷിക്കാരുടെ വോട്ടുമാണ് മൊത്തത്തിലുള്ളത്. മറ്റേ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻകോർ ഡാറ്റ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. 1,37,305 വോട്ടുകളാണ് പോളിംഗ് മെഷീനിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ എത്ര നോട്ടയുണ്ട് എന്നും മറ്റ് 7 സ്ഥാനാർത്ഥികൾ എത്ര പിടിച്ചു എന്നുള്ളതിന്റെ കണക്ക് അത് കുറയ്ക്കുമ്പോൾ ഏകദേശം 1,35,000 അതിന് തൊട്ട് താഴെയോ ആയിരിക്കും. ഈ 1,35,000 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ 45,000 വോട്ട് വീതം 3 മുന്നണികൾക്കും എന്നുള്ള കണക്കിലേക്കുള്ള ഒരു സൌകര്യം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, 2021 ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്ക് 50,000-ൽ കുറഞ്ഞ വോട്ടുകളില്ല. പാലക്കാട് അടക്കം ഇത്തവണ 50,000-ൽ കുറഞ്ഞ വോട്ടുണ്ടായിട്ടും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് എങ്കിൽ വിജയിക്ക് 48,000 വോട്ട്, ഒരുപക്ഷെ 47,000 വോട്ടിൽ പോലും ഒരു വിജയി ഉണ്ടാകുന്ന, ഇനി അതിശയോക്തി കലർത്തി പറഞ്ഞാൽ 46,000 വോട്ടിലും ഒരുപക്ഷെ ഒരു വിജയി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും. ഞാൻ 1,50,000 വോട്ട് പോൾ ചെയ്താലെന്നല്ലേ പറഞ്ഞു. ആകെ 1,37,000 വോട്ടല്ലേ പോൾ ചെയ്തുള്ളൂ. ആ 13,000 വോട്ട് ഞാൻ പറഞ്ഞ 70 കുറയ്ക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു. ആദ്യം പതിഞ്ഞതാണ് അവസാനം കൊട്ടിക്കലാശോ അല്ലെ? അതെ, അങ്ങനെ മതി. അങ്ങനെ ആണ് നമ്മുടെ ഇതുമായിട്ട് മാച്ച് ആവുക. കാരണം 11, 12, 13 നമ്മുടെ റൗണ്ടുകൾ. അതിൽ വളരെ, ഞാനിത് പറഞ്ഞതാണ്, ആവർത്തന വിരസത ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാവും. രസകരമായ ഒരു വസ്തുത, കൗതുകകരമായ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള വസ്തുതയും കൂടി പ്രേക്ഷകർ മുമ്പിലേക്ക് വെളിവാക്കുകയാണ്. 33 ബൂത്തുകളാണ് പിരായിരിൽ. ഒരു ഓക്സിലറി ഉണ്ടെന്ന് പറഞ്ഞു, അതായത് 34 മെഷീൻ. ഈ 34 മെഷീനിലായി 36,283 എന്നാണ് എന്റെ ഒരു ഓർമ്മ. 300 താഴെ, 36,300 താഴെ വോട്ടുകളുണ്ട്.
പോൾ ചെയ്യാനായിട്ട് ഇലക്ടേഴ്സ്. പക്ഷേ പോൾ ചെയ്തത് 26,040 മറ്റിയാണ്. അതായത് 10,250 വോട്ടുകൾ പിരായിരിയിലെ 36,000 ചില്ലുവാനം വോട്ടുകളിൽ പോൾ ചെയ്തിട്ടില്ല എന്നൊരു വസ്തുത നോക്കുക. അവിടെ ഇനി തൊട്ടപ്പുറത്തേക്ക് വരിക, മാത്തൂരും കണ്ണാടിയും കൂടി ചേർന്ന് ബൂത്തുകളുടെ എണ്ണം 22 21 ചേർന്ന് 43 ഒരു ഓക്സിലറി കൂടിയുള്ള 44 മെഷീൻ. മറ്റേതിൽ 34 മെഷീനിലായിട്ട് 36,000 ചില്ലുവാനം. ഇവിടെ 44 മെഷീനുകളിലായിട്ട് 44,000 തൊട്ട് താഴെയുള്ള ഒരു ഫിഗറാണ്. 43,800 അല്ലെങ്കിൽ 900 വരെ വരും. ഈ ആനുപാതിക കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 13,000 വോട്ടെങ്കിലും പോൾ ചെയ്യാതിരിക്കണ്ടേ? 36-ൽ 26 പോൾ ചെയ്തിട്ടുള്ളൂ, 10,250 വോട്ട് പോൾ ചെയ്തിട്ടില്ല. ആ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ 44,000-ൽ 13,000 വോട്ടെങ്കിലും പോൾ ചെയ്യാതിരിക്കണ്ടേ? ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഈ പറയുന്ന പിരാരിയിൽ പോൾ ചെയ്യാതെ പോയ വോട്ടുകളുടെ അത്ര പോലും ഈ 2 പഞ്ചായത്തുകളിലായി പോൾ ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. 10,000-നോട് അടുത്ത് മാത്രം നിൽക്കുന്ന. അപ്പൊ ഈ പറയുന്ന 36-ൽ നിന്ന് ടോട്ടൽ വോട്ട് 44 ആവുകയും 8,000 വോട്ട് പോൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണെന്ന് കൃത്യമായി വെളിവാകുന്നതായിരിക്കും 11, 12, 13 റൗണ്ടുകൾ. ഞാനിത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയണത്. ഇനി ഒരു വലിയ ട്രെൻഡ് നമുക്ക് അനുകൂലമല്ലാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെയും അത് പ്രതിഫലിക്കും. അത് പിന്നെ ആര് വിചാരിച്ചാലും, സാക്ഷാൽ വിശാലാക്ഷി സമേതനായിട്ടുള്ള വിശ്വനാഥൻ വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ അതിലേക്കൊന്നും പോകില്ല. BJPയുടെ എല്ലാ ആവേശവും 7ാമത്തെ റൗണ്ടോടുകൂടി അവസാനിക്കും. ഒരു കൗതുകം കൂടി, 3 സ്ഥാനാർത്ഥികളും നീല ഷർട്ടാണ്. ആണോ? 3 പേരും അറിയില്ല അതെന്താണെന്ന്. ലക്ഷണശാസ്ത്രമല്ലോ ഉണ്ടോ? നോക്കി അറിയില്ല അതെന്താ സംഭവിച്ചത്. ഞാനിന്നിപ്പോ എന്റെ കൂടെയുള്ള ബോസിനോട് ചോദിച്ചിട്ടാണ് ഏതാണെന്ന്. വേറൊരു കളറായിരുന്നു ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ പിന്നെ അവൻ ഇതിലേക്കും വന്നു. അതെ, ശനീശ്വരന്റെ കറുപ്പാണ് പറഞ്ഞ പോലെ. അല്ല, കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന നിറം എന്നുള്ളതുകൊണ്ട് മറ്റു 2 പേരും ചൂസ് ചെയ്താണോന്ന് അറിയില്ല. എനിക്കിഷ്ടമുള്ള ഒരു ഷർട്ടാണ് ഇത്. ശനിയാഴ്ച ആയതുകൊണ്ട് അതെ, കറുപ്പിന്റെ നിറം അതിനോട് അടുത്ത് നിൽക്കുന്നതാണല്ലോ ഒരു കടും നീല എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല, ഇഷ്ടമുള്ള ഒരു ഷർട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു മണിയുടെ അവിടെ ഒരു കാപ്പി കുടിച്ചു. നേരെ AC നേരെ കൗണ്ടിങ്. നീലക്കുപ്പായത്താണ് 3 പേരും നീലക്കുപ്പായത്തിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സരിൻ അമിതമായ ആത്മവിശ്വാസമാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. പക്ഷേ ആത്മവിശ്വാസം നല്ലതാണ്. സരിൻ എപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളാണ്. ഇന്ന് 3 തവണയാണ് സരിൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. അദ്ദേഹം കുറെ ടിപ്സും കൂടെ പറയുന്നുണ്ട്. അതൊരു സഹായകരമാണ്, റിപ്പോർട്ടിംഗിൽ സഹായകരമാണ്. ബൂത്തുകളെ നിങ്ങൾ കൂട്ടിയെടുത്ത്, കാരണം ഈ 14ന്റെ ഗുണിതങ്ങളായിട്ടാണല്ലോ ഓരോ റൗണ്ടും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഓക്സിലറി ബൂത്ത് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആ കണക്കൊന്ന് തെറ്റും. കാരണം 6 റൗണ്ട് കഴിയുമ്പോൾ 84 ബൂത്തുകൾ കഴിയേണ്ടതാണ്. പക്ഷേ 83A എന്നുള്ള ഒരു ബൂത്ത് ഉണ്ട് പാലക്കാട് നഗരസഭയിൽ. അപ്പോൾ 83Aയിൽ അവസാനിക്കും 6 റൗണ്ടുകൾ. അതുകൊണ്ട് 7ാം റൗണ്ട് മുതലേ 84ാമത്തെ ബൂത്ത് വരികയുള്ളൂ. അങ്ങനെ 104 ബൂത്തുകളാണ് പാലക്കാട് നഗരസഭയിൽ ഉള്ളതെങ്കിലും വേറൊരു ഓക്സിലറി ബൂത്തുമുണ്ട്. അങ്ങനെ 106 ബൂത്തുകൾ ആകെ പാലക്കാട് നഗരസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ 7 റൗണ്ടുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പാലക്കാട് നഗരസഭയിലാണ്. അങ്ങനെ 98 ബൂത്തുകൾ വരുന്നു. പിന്നെ ആ 8 എണ്ണം, 2 ഓക്സിലറി ബൂത്തും കൂട്ടി 8 എണ്ണം അടുത്ത റൗണ്ടിലേക്ക് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ പിരായിരി പഞ്ചായത്തും കൂടി കയറി വരികയാണ്. പിരായിരിയിൽ 33 അല്ലേ, 33 ബൂത്ത്, പക്ഷെ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉണ്ട്. 140 കഴിഞ്ഞ് പിന്നെ അവസാനത്തെ റൗണ്ടുകൾ എന്ന് പറയുന്നത് 4 റൗണ്ടുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്തൂരും അതുപോലെ തന്നെ ബാക്കി കണ്ണാടിയും കൂടി വരികയാണ്. അങ്ങനെ